പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ പറ്റാത്ത യാതൊരു കാര്യങ്ങളുമില്ല. ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നവന് നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള തിരിച്ചറിവുള്ളവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് വ്യക്തതയുള്ള മറുപടി ഉണ്ടാവും. നമ്മുടെ കർത്താവ് പഠിപ്പിച്ച ഒരു സന്ദേശമാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിച്ചാൽ അത് നിങ്ങൾക്കുണ്ടായി വരും. സ്തോത്രം. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യം അത് ദൈവം നടത്തി തരുമെന്നൊരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അബ്രഹാമിന്റെ വിശ്വാസം വേദപുസ്തകം പഠിപ്പിക്കുന്നത് അബ്രഹാമിന്റെ ശരീരം നിർജീവമായി പോയി, സാറയുടെ ഗർഭപാത്രവും നിർജീവമായി പോയി. പക്ഷെ അബ്രഹാം ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിച്ചു. എവിടെ ചെന്നാലും യാഗപീഠം പണിത് പ്രാർത്ഥിച്ച് ആരാധിക്കുന്ന അബ്രഹാം തന്റെ ശരീരത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും ക്ഷീണിക്കാത്ത വിശ്വാസം മുറുകെ പിടിച്ച അബ്രഹാം. ആ അബ്രഹാമിന്റെ ചരിത്രം അവിടെ എഴുതിയിരിക്കുന്നത്, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച അബ്രഹാമിന് ആ വാഗ്ദത്തം ഉണ്ടായി വന്നു, അല്ലെങ്കിൽ ലഭിച്ചു. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ മാറ്റിയിട്ടിരിക്കുക. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ ബൈബിൾ വെളിപ്പെടുത്തുക, അത് അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടായി വരും. ഈ ദിവസങ്ങളിൽ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവം ഈ ദിവസങ്ങളിൽ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം അത് ഉണ്ടായി വരത്തക്കവണ്ണം ചില അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകും. നിന്റെ ശരീരത്തിൽ സൗഖ്യം ഉണ്ടായി വരും. നിന്റെ വീടിനകത്ത് നന്മ ഉണ്ടായി വരും. നിന്റെ കുഞ്ഞിന് നല്ല ഭാവി ഉണ്ടായി വരും. നിനക്കൊരു യാത്ര ഉണ്ടായി വരും. ലൈഫിൽ ഇല്ലാത്തതെല്ലാം ഈ ദിവസങ്ങൾ ഉണ്ടായി വരും. പ്രാർത്ഥിക്കുന്നത് ലഭിച്ചു എന്ന് വിശ്വസിച്ചാൽ മതി. ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് ധാരാളം സ്തോത്രങ്ങൾ ഉയരും. ഇന്ന് നിങ്ങൾ എൻ്റെ കൂടെ പറയാമോ, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിക്കുക. അതേ ദിവസങ്ങൾ ഉണ്ടായി വരും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഉണ്ടായി വരുമെന്ന് ഞങ്ങൾ കേട്ടല്ലോ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ചിലതൊക്കെ ഉണ്ടായി വരട്ടെ, ചിലതൊക്കെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുക. ആദ്യ ദിവസങ്ങൾ ഉണ്ടായി വരും. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാപിക്കാം. ഗോഡ് ബ്ലെസ് യു.